ഹായ് ഡിയർ മക്കളെ നമ്മുടെ റാപ്പിഡ് റിവിഷൻ പാർട്ട് 3 കടന്നിരിക്കുകയാണ്. മക്കളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ റിവിഷൻ ബാച്ചിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ പഠിക്കാതെ പോകരുത്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് പഠിപ്പിക്കുന്നത്. സോ അത് പഠിക്കാതെ നിങ്ങൾ പോകരുത്. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കുറേ കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, വളരെ ചുരുങ്ങിയ സമയത്തായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. ആ സമയം നിങ്ങൾ നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന് പഠിച്ചോണം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ആയിട്ട് വരുന്നത്. മക്കളെ നന്നായിട്ട് ഉള്ള സമയം പഠിക്കുക. ഓക്കെ, അതേപോലെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കൾസ് ഉണ്ടെങ്കിൽ വരിക, ജോയിൻ ചെയ്യുക. ഇപ്പോഴും നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ ആദ്യത്തെ ക്ലാസ് തൊട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഇന്ന് 31 മക്കളെ, ഇന്ന് 31/5/2025, അതായത് മെയ് 31, മെയ്യിലെ ലാസ്റ്റ് ദിവസമാണ്. നാളെ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുവാണ് അല്ലേ, 1/6, അതായത് ജൂൺ 6-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്കിനി മുന്നിലുള്ളത് മാത്സ് എക്സാമിന് 24 ഡേയ്സ് കൂടിയേ ഉള്ളൂ. 24 ദിവസം കൂടിയേ നമുക്ക് മാത്സ് എക്സാമിനുള്ളൂ. വളരെ ചുരുക്കം ദിവസങ്ങൾ. ആ 24 ദിവസം കൊണ്ട് നമുക്ക് മാത്സ് വളരെ സിമ്പിളായിട്ട് പഠിച്ച് തീർക്കാൻ പറ്റും എന്നുള്ളത് ഷുവറായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ബാച്ചിൽ ഇപ്പോൾ തന്നെ 3 ചാപ്റ്റേഴ്സ് കഴിയാറായി. 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 7 + 6 + 6 19 മാർക്കിനോളമായി. എന്ന് പറഞ്ഞാൽ 18 മാർക്കിൽ കൂടുതൽ വേണം ജയിക്കാൻ. സോ 18 മാർക്ക് ജയിക്കാനുള്ള കൺസെപ്റ്റുകൾ ഇപ്പോൾ തന്നെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാരണം ഈ LPP എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏകദേശം കംപ്ലീറ്റ് ആകും. അപ്പോൾ ഇന്ന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കും ഈ എല്ലാ ചാപ്റ്റേഴ്സും ഫുൾ കിട്ടും. റെക്കോർഡറായിട്ട് നമ്മുടെ ബാച്ചിലുണ്ട്. സോ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കിട്ടും കേട്ടോ. ഫുൾ കൺസെപ്റ്റ് നല്ല പക്ക ക്ലിയർ ആയിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഓടി വന്ന് നിങ്ങൾക്കും കൂടെ കൺസെപ്റ്റുകൾ പഠിപ്പിച്ചു തരാം. മക്കളെ, നമ്മൾ മെട്രിക്സിലെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് എക്സ് ആൻഡ് വൈ. ഈ എക്സ് പ്ലസ് വൈ തന്നിട്ടുണ്ട്, എക്സ് മൈനസ് വൈ തന്നിട്ടുണ്ട്. പിന്നെ അത് എക്സും വൈയും കണ്ടുപിടിക്കുക. 2 മെട്രിക്സുകൾ കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 ചെയ്തത് അതിനകത്ത് എലമെൻറ്റ്സ് കണ്ടുപിടിക്കാനാണ്. ഇവിടെ ചെയ്യാൻ പോകുന്നത് ആ ഒരു മെട്രിക്സ്. കാരണം വലിയ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് നമുക്ക് തന്നിരിക്കണമെങ്കിൽ അത് ഓർത്തോണം, നമുക്കൊരു മെട്രിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴേ മറ്റൊരു മെട്രിക്സ് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് ആ മെട്രിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, ഞാൻ പറയുന്ന പോലെ ഓർത്തോണം മക്കളെ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എടാ, ക്വസ്റ്റ്യൻ ആദ്യം എടുത്തെഴുതുക. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5, 2, 0, 9. അതേപോലെ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 3, 6, 0, -1. സിമ്പിളായിട്ട് നമ്മളതങ്ങ് എടുത്തെഴുതി. ഓക്കെ അല്ലേടാ? യെസ്. ഇനി അത് തമ്മിലൊന്ന് എന്തെങ്കിലും പ്ലസ്സോ മൈനസോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. മക്കളെ ഇവിടെ നോക്കിക്കടാ, ഇവിടെ രണ്ടിടത്തും പ്ലസ് വൈയും ഇവിടെ മൈനസ് വൈയും അല്ലേ, ഓപ്പോസിറ്റ് സൈൻ വരുവാണെങ്കിൽ നമുക്കവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. പ്ലസും മൈനസും ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കിയുള്ളത് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ എന്താണെന്ന് വെച്ച് ചെയ്യാം. എക്സും കൂടെ കൂട്ടിയാൽ 2x, 5ഉം 3ഉം +5ഉം +3 കൂടെ കൂട്ടിയാൽ എത്രയായി? 8. അടുത്തത് 2ഉം 6ഉം 2ഉം 6ഉം കൂടെ കൂട്ടിയാൽ 8. 0ഉം 0ഉം കൂടെ കൂട്ടിയാൽ 0. സിമ്പിൾ അല്ലേ? 9ഉം -1ഉം എത്രയാടാ? 9ൽ നിന്ന് 1 കുറച്ചാൽ 8. സോ 2x നമുക്ക് ഇത് കിട്ടി. അപ്പോൾ x എന്ത് കിട്ടുവാടാ? അപ്പോൾ നമുക്ക് x ഈസ് ഈക്വൽ ടു, എടാ 2x ആണ് ഇതെങ്കിൽ x എന്ന് പറയുമ്പോൾ എടാ ഈ 2 എടുത്ത് നേരെ ഇപ്പുറത്ത് കൊണ്ടുപോയി എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഈ 2 ഇപ്പുറത്തോടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എല്ലാത്തിനും പകുതി എടുക്കുക. 8ൻ്റെ പകുതി 4, 4, 0ൻ്റെ പകുതി 0, 4 എന്ന് കിട്ടും. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ കിടക്കട്ടെ, ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. നിങ്ങൾക്ക് ഒന്നാമത്തെ ഇക്വേഷനിലോ രണ്ടാമത്തെ ഇക്വേഷനിലോ കൊണ്ട് ഇട്ട് കൊടുത്ത് നമുക്ക് y കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ ഇവിടെ എഴുതാൻ പോകുന്നത് ഒന്നാമത്തെ ഇക്വേഷനാണ്. ഒന്നാമത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്തായിരുന്നടാ? 5, 2, 0, 9. 5, 2, 0, 9 അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് എക്സ് കിട്ടിയല്ലേടാ, വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ y ഈസ് ഈക്വൽ ടു ഈ പ്ലസ് എക്സ് നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി മൈനസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 5, 2, 0, 9. ഈ എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ -x. സോ നമുക്ക് ഈ എക്സ് എന്ന് പറയുന്ന സംഭവം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചാലടാ, 5, 2, 0, 9 മൈനസ് എക്സ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇതേ 4, 4, 0, 4 നേരെ അവിടെ ഇട്ട് കൊടുക്കുക. 4, 4, 0, 4 എന്ത് ചെയ്യാനാണ് ഇവിടെ? മൈനസ് ചെയ്യാനല്ലേ? 5 - 4, 5ൽ നിന്ന് 4 കുറച്ചാൽ
നമുക്ക് എത്ര കിട്ടും? 5 4 കുറച്ചാൽ 1. 2 മൈനസ് 4. 2 4 കുറച്ചാൽ -2. അടുത്തത് 0 മൈനസ് 0. 0 0 കുറച്ചാൽ 0. 9 മൈനസ് 4. 9 4 കുറച്ചാൽ 5. സോ ഇതാണ് നമ്മുടെ y. അപ്പോൾ നമുക്ക് എക്സും കിട്ടി, വൈയും കിട്ടി. നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് വൈയും ഇത് എക്സും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സും വൈയും കണ്ടുപിടിക്കുക. ഫൈൻഡ് എക്സ് ആൻഡ് വൈ എന്നാണ്. നമ്മൾ നല്ല സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ കണ്ടുപിടിച്ചു. വളരെ വളരെ സ്ലോയിലാണ് പറഞ്ഞു തന്നത്. ഇത് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത് നിങ്ങൾക്ക് തരുന്നത്. മക്കളെ തന്നെ ചെയ്യുക. ഹോംവർക്കായിട്ടൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എക്സിൻ്റെയും വൈയുടെയും ആൻസർ കമൻറ്റ് ചെയ്യുക. ശരിയാണെങ്കിൽ അത് കാണുന്ന കുട്ടികൾ ശരിയാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെയും കൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തോണം കേട്ടോ മക്കളെ. എല്ലാവരും കമൻറ്റ് റിപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് സമയം കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ ബാക്കിയുള്ളവർ നമ്മൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് നല്ലൊരു മാർക്ക് വാങ്ങാൻ സാധിക്കും. പിന്നെ ചില കുട്ടികൾ ചോദിച്ചു ഇതിന് എത്ര പാർട്ട് കാണുമെന്ന്. മക്കളെ ഒരു ഐഡിയ ഇല്ല. ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടിരുന്നതല്ല. ഇടയ്ക്കൊരു സമയം കിട്ടുന്ന ചെറിയൊരു ടൈം കിട്ടുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ഓടി വന്ന് ചെറിയൊരു വീഡിയോ ചെയ്തിട്ട് പോകും. ബാക്കി ക്ലാസ്സുകൾ എൻ്റെ ബാച്ചിൽ എടുക്കുന്നുണ്ട്. സോ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ തിരക്കുകളുടെ ഇടയിൽ നിന്ന് ഞാൻ വന്ന് ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മക്കളെ എന്തായാലും നമ്മുടെ സേ എക്സാം വരെ നമുക്ക് ടൈമുള്ളൂ. അതിനുള്ളിൽ ഞാൻ മാക്സിമം സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് വരാം. ബാച്ചിലും യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകളായിട്ട് ഞാൻ കാണും. മക്കളെ മാക്സിമം നന്നായിട്ട് പഠിക്കുക. നമ്മൾ ജൂൺ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും ദിവസങ്ങൾ പോകുന്നത്. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക മക്കളെ. നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഇത്തവണ ജയിച്ചിരിക്കണം. അത് ഷുവറായിട്ടുള്ള കാര്യമാണ്. പാറ്റേണൊക്കെ മാറി വരുവാണ്. സമയം കളയാതെ നന്നായിട്ട് പഠിച്ച് ജയിച്ചോണം. ഓക്കെ. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള കുട്ടികൾക്ക് ഉടനെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് മെസ്സേജ് അയക്കുക മക്കളെ. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ചെറിയൊരു വീഡിയോ, പെട്ടെന്ന് ചെറിയ കൺസെപ്റ്റ്. ഓക്കെ. ബൈ.